ഒരു IPSകാരന് കിട്ടുന്ന പണികളുടെ പൂരം അത് കണ്ടാൽ ഞെട്ടിപ്പോകും. സുജിത്ദാസിന് സസ്പെൻഷൻ കിട്ടി. തൊട്ടു പിന്നാലെ ഒരു വീട്ടമ്മയുടെ പീഡന പരാതി വരുന്നു. വീട്ടമ്മ പറയുന്നു, ഒരു പരാതിയുമായി സ്റ്റേഷനിൽ എത്തിയതാണ്. തന്നെ ഒരു ഓട്ടോ തൊഴിലാളി അപമര്യാദയായി പെരുമാറി എന്ന പരാതിയുമായി സ്റ്റേഷനിലെത്തി പരാതി നൽകുമ്പോൾ CI ഉപദ്രവിച്ചു എന്നാണ് ആ വീട്ടമ്മയുടെ പരാതി. ഈ പരാതിക്ക് പരിഹാരം തേടി SP ഓഫീസിൽ വന്നപ്പോൾ SP-യും തന്നെ ശാരീരികമായി പീഡിപ്പിച്ചു എന്നാണ് ആ വീട്ടമ്മയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. അവരിതിന് പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനിയും പരാതി കൊടുക്കുമെന്നൊക്കെ അവർ പറയുന്നുണ്ട് അഭിമുഖങ്ങളിൽ. അവർ പറയുന്നത് കോട്ടക്കലിലെത്താൻ SP ആവശ്യപ്പെട്ടു. ആദ്യം മകളുമൊത്താണ് പോയത്, മകളും സഹോദരനുമൊത്താണ് ആദ്യം പരാതി നൽകാൻ പോയത്. അപ്പോൾ SP-യെ കണ്ടു. SP പറഞ്ഞു, ഇനി മകളും ആരുമില്ലാതെ ഒറ്റയ്ക്ക് കോട്ടക്കലിലെത്താൻ പറഞ്ഞു. കോട്ടക്കലിൽ ഒരു ബംഗ്ലാവിലെത്തിച്ച് അവിടെ വെച്ച് ആദ്യം പീഡിപ്പിച്ചു. പിന്നീട് മറ്റൊരു ദിവസം പീഡിപ്പിക്കുമ്പോൾ ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് വീട്ടമ്മയുടെ പരാതി. ഇതുപോലെ തന്നെ ആ സർക്കിൾ ഇൻസ്പെക്ടർ, അതായത് SHO-ക്കെതിരെയും ഇതേ പരാതി ഈ വീട്ടമ്മ ഉന്നയിച്ചു. പരാതി പറയാൻ, അതായത് ഓട്ടോ തൊഴിലാളി അപമര്യാദയായി പെരുമാറി എന്ന പരാതി പറയാൻ സ്റ്റേഷനിലെത്തിയപ്പോൾ CI പീഡിപ്പിച്ചു, CI തന്നെ ശാരീരികമായി പീഡിപ്പിച്ചു എന്നാണ് വീട്ടമ്മയുടെ പരാതി. ഈ പരാതി പരിഹരിക്കാനാണ് SP-യെ കാണുന്നത്. അപ്പോൾ SP-യും ഈ വീട്ടമ്മയെ പീഡിപ്പിച്ചു. ഇത് ശരിയാണോ തെറ്റാണോ എന്ന അന്വേഷണം നടത്തേണ്ടത് പോലീസാണ്. ഇപ്പോൾ വിനോദ്, അന്നത്തെ SHO ആയിരുന്ന വിനോദ് വന്ന് പറയുന്നു, അന്ന് ഇവർ പരാതി നൽകാൻ വന്നിരുന്നു. ഇവർ നിരന്തരം ആളുകൾക്കെതിരെ കള്ളപ്പരാതി കൊടുക്കുന്ന സ്ത്രീയാണ്. ഹണി ട്രാപ്പ് ആണ് ഇവർ നടത്തുന്നത്. ഇവർക്ക് പണം കിട്ടിയില്ലെങ്കിൽ, പണം കിട്ടാതെ വരുമ്പോൾ ഇവർ ഇങ്ങനെ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിക്കും. അത് മാത്രമേ ഉള്ളൂ എന്നാണ് അന്നത്തെ SHO-യുടെ വെളിപ്പെടുത്തൽ. അതുപോലെ തന്നെ IPS ഉദ്യോഗസ്ഥനും സസ്പെൻഷനിലായ സുജിത്ദാസും പറയുന്നു, ഇവർ പരാതി പറയുന്നത് വ്യാജ പരാതിയാണ്. ഇവർ സർക്കിൾ ഇൻസ്പെക്ടറിനെതിരെ പരാതി നൽകി എന്നത് വാസ്തവമാണ്. ആ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ DYSP-യെ ചുമതലപ്പെടുത്തി. DYSP അത് അന്വേഷിച്ചു. അത് അന്വേഷിച്ചപ്പോൾ അത് വ്യാജമാണെന്ന് തെളിഞ്ഞു. അതുകൊണ്ട് ആ പരാതി ഇല്ലാതായി എന്നാണ് സുജിത്ദാസ് പറയുന്നത്. മറ്റൊരിടത്ത് വെച്ചിട്ടും ഈ സ്ത്രീയെ കണ്ടിട്ടില്ലെന്നും സുജിത്ദാസ് പറയുന്നു. ഇതിൽ സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തണമെന്ന് മുഖ്യമന്ത്രിയോടും DGP-യോടും ആവശ്യപ്പെടുമെന്നും പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ നടക്കുന്നതൊക്കെ തനിക്കെതിരെയുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നാണ് സുജിത്ദാസിൻ്റെ ആരോപണം. തൻ്റെ വ്യക്തിജീവിതം, തൻ്റെ ഒഫീഷ്യൽ ജീവിതം ഇതൊക്കെ നശിപ്പിക്കാൻ ആരോ പദ്ധതി ഇടുന്നുണ്ട്. അവരാണ് ഈ ഗൂഢാലോചനയുടെ പിന്നിൽ. അവർക്കെതിരെയും നടപടി വേണമെന്നാണ് സുജിത്ദാസ് പറയുന്നത്. എന്നാൽ സുജിത്ദാസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇയാൾ തന്നെ വിരിച്ച കെണിയിലാണ് ഇയാൾ വീണ് പോയത്. ഇയാൾ വിരിച്ച കെണി എന്തായിരുന്നു? മലപ്പുറം SP ആയിരിക്കുമ്പോൾ അവിടെ നിന്ന് മരങ്ങൾ മുറിച്ച് കടത്തി. അത് ഒന്ന് തണുത്താറിയിരുന്നപ്പോൾ ആ കേസ് പിൻവലിക്കണമെന്ന് PV അൻവർ MLA-യോട് ആവശ്യപ്പെടുന്ന ഒരു ശബ്ദ സംഭാഷണം, ഒരു ഫോൺ സംഭാഷണം പുറത്തു വന്നു. അതിലെന്തൊക്കെയാണ് പറയുന്നത്? ADGP MR അജിത് കുമാറിനെ കുറിച്ച് കുറേ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മറ്റുള്ള സേനയിലെ മറ്റംഗങ്ങളെക്കുറിച്ചൊക്കെ വിമർശിക്കുന്നുണ്ട്. ഇത് സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണ്, അച്ചടക്ക രാഹിത്യമാണെന്ന് കണ്ടെത്തിയാണ് സസ്പെൻഷൻ. അപ്പോൾ കെണി വെച്ചതാരാണ്? കെണി വെച്ചത് ഈ IPSകാരനായ സുജിത്ദാസ് തന്നെയാണ്. അയാളുടെ കെണിയിൽ അയാൾ തന്നെ വീണു എന്ന് വേണം പറയാൻ. അങ്ങനെ വീണ് കിടക്കുമ്പോഴാണല്ലോ ചവിട്ടുകൾ കൂടുതൽ കിട്ടുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ വീട്ടമ്മയും കയറി മേയുന്നത്.